പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. ഗോപു നഗർ ജിമ കേരളത്തിൽ എല്ലായിടത്തും. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനം ആരോപിച്ചും ഇത്തരത്തിൽ നിയമിച്ചവരുടെ കാലാവധി നീട്ടി നൽകാനുള്ള കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ചുമാണ് യോഗം UDF കൗൺസിലർമാർ തടസ്സപ്പെടുത്തിയത്. നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുമെന്നാരോപിച്ച് കൗൺസിൽ യോഗം ബഹളമയമാവുകയും പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയുമായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊന്നാനി നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച വിജിലൻസ് വകുപ്പ് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്ന് നഗരസഭാ സെക്രട്ടറി കുറിപ്പ് നൽകിയിട്ടും ഇത് മറികടന്ന് താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനങ്ങൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നും കൗൺസിലർമാർ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി പൊന്നാനി നഗരസഭയിൽ പിൻവാതിൽ നിയമനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനി നഗരസഭയിലെ പിൻവാതിൽ നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിജിലൻസ് അന്വേഷിക്കുകയും ഈ ആളുകളെ പിരിച്ചുവിടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ തിരിമറി നടത്തിയാണ് കണ്ടിജന്റ് സ്റ്റാഫ് നിയമനം ഭരണസമിതി നടത്തിയത്. എല്ലാ ഉത്തരവുകളെയും മറികടന്ന് നഗരസഭ രാഷ്ട്രീയം നടത്താനാണ് പ്രവർത്തകരെ തെരഞ്ഞെടുത്ത് നിയമിച്ചിട്ടുള്ളതെന്നും ഈ വിഷയത്തിൽ നഗരസഭ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ കായികമായി കൈകാര്യം ചെയ്യാനാണ് CPM കൗൺസിലർമാർ ശ്രമിക്കുന്നതെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. പ്രതിഷേധത്തിന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TK അഷ്റഫ്, U മുനീബ് എന്നിവർ നേതൃത്വം നൽകി. റിവേഴ്സ്ഡ് ബജറ്റിന് അംഗീകാരം നൽകാൻ കൗൺസിലിൽ അജണ്ട വന്നിട്ട് ഏത് റിവേഴ്സ് ബഡ്ജറ്റിനാണ് അനുമതി നൽകേണ്ടത്? ആ റിവേഴ്സ് ബഡ്ജറ്റിൻ്റെ ഒരു കോപ്പി പോലും അംഗങ്ങൾക്ക് നൽകാതെയാണ് റിവേഴ്സ് ബഡ്ജറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് കൗൺസിലിൽ അജണ്ട വന്നിട്ടുള്ളത്. 2014 ഗ്രേഡ് ഉയർത്തിയ ഈ നഗരസഭയിൽ ഇടതുപക്ഷം ഭരിച്ച ഈ കാലം അത്രയും ആ ഗ്രേഡിനനുസരിച്ച് പോസ്റ്റിംഗ് നടത്താനുള്ള അനുമതി നൽകാതെ ഇപ്പോഴാണ് അതിനുള്ള അനുമതി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പൊന്നാനി നഗരസഭയിൽ ഭരണം കിട്ടിയ കാലത്തൊക്കെ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തക്കാരെയും പാർട്ടിക്കാർക്കും ശമ്പളമുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഈ നഗരസഭ ഭരിക്കുന്നവർ ഈ കാലം അത്രയും ചെയ്തു വന്നത്. ഈ നഗരസഭയിലെ ഭരണപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കേണ്ട മുനിസിപ്പൽ സെക്രട്ടറി വളരെ കൃത്യമായി ആ കൗൺസിലിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജനക്കുറിപ്പിൽ പറയുന്നത് ഈ നടത്തിയ നിയമനങ്ങൾ തീർത്തും വ്യാജ നിയമനങ്ങളാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയോ മറ്റോ അറിയിക്കാതെ ഒരു നടപടിക്രമം പോലും പാലിക്കാതെ വ്യാജ നിയമനം, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാജ നിയമനമാണ് നടത്തിയത് എന്ന് സെക്രട്ടറി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത്തരം നിയമനങ്ങൾക്കെതിരെ കോടതിയുടെ വിജിലൻസ് നൽകിയ കുറിപ്പുൾപ്പെടെ സെക്രട്ടറി അതിനകത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശമായി കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ഈ ഓണത്തിന് പൊന്നാനിക്കാർക്ക് നൽകുന്ന സമ്മാനം നായയുടെ കടിയും വെള്ളക്കെട്ടുമാണ്. പൊന്നാനിയിൽ തെരുവ് നായകളുടെ കടിയും വെള്ളക്കെട്ടും പെരുകി നിൽക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളിലും ഒരു താല്പര്യമില്ലാതെ, ആ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു താല്പര്യമില്ലാതെ, അജണ്ടയുടെ മെറിറ്റ് അനുസരിച്ച് പഠിക്കാതെ, നടപടികൾ പാലിക്കാതെ തോന്നിയ പോലെ തീരുമാനമെടുക്കുന്ന ഈ ഭരണസമിതിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF ഇന്ന്
ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ടുള്ളത്. ഗോപൂനന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ലക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നേടൂ 25 കാറുകൾ, 100 വീതം ഗോൾഡ് കോയിനുകൾ, LED ടിവികൾ, വാഷിംഗ് മെഷീനുകൾ, സിൽവർ കോയിനുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകൾ, ക്യാഷ് ബാക്ക് അപ് ടു 30,000, 000 EMI സ്കീം, ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറിലൂടെ ദിവസവും ഓരോ ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ഗോപൂനന്ദിര ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.